ഹയർ സ്ലോ ഫയർ ഫാസ്റ്റ് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഹയറിംഗ് പ്രോസസ്സിനെ ഇത്രയും കൂടെ കോംപ്ലക്സ് ആക്കുക, ഇത്രയും കൂടെ സിസ്റ്റമാറ്റിക് ആക്കുക. നമുക്ക് ആരെങ്കിലും കിട്ടിയാൽ തൽക്കാലത്തേക്ക് റീഫിൽ ചെയ്യാം എന്നുള്ള ഒരു തോട്ട് നമ്മൾ മാറ്റുക. ഇത് മാറ്റിയിട്ട് ഇൻ്റർവ്യൂവിനൊരു പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ഡാറ്റ, അതേപോലെ അവരുടെ ഫ്യൂച്ചർ ഗോൾസ്, അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, അവരുടെ ഒരു 5 years ഗോള്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു റിവ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൈമെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് ഇത്തിരി ഹാർഡായി മാറിയെങ്കിലും നമുക്ക് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം നമ്മുടെ ഫേമിലേക്ക് വെൽക്കം ചെയ്യാനും അവരെ ആ പ്രോപ്പർ ഗൈഡൻസിൽ അവർക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അടക്കം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരുടെ പ്രപ്പോസൽസും അവരുടെ പ്ലാനിങ്ങും അവരുടെ ഗ്രോത്ത് പ്ലാനും നമ്മൾ വിത്തിൻ ദ ഫേം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ കരിയറിൽ എന്താണോ ഗോൾ ഉള്ളത് അത് നമ്മുടെ ഫേമിൻ്റെ ഗോളായിട്ട് അലൈൻ ചെയ്യാനും അതിനെ ഒരുമിച്ച് രണ്ടുപേർക്കും ഗുണമുള്ള രീതിയിൽ കൊണ്ടുവരാം. ഇങ്ങനെ രണ്ടുപേർക്കും ഗ്രോത്ത് ഉള്ളൊരു സ്ഥാപനത്തിൽ നിന്നും ഒരു എംപ്ലോയി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ട എന്തെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കൊരു വെറുതെ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ചെക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ നിങ്ങളുടെ ഫേമിന് വേണ്ട രീതിയിലുള്ള ചെറിയ എഡിറ്റ്സ് നടത്തിയിട്ട് അത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.